പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുപ്പതിയിലും പഴനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുടി മുട്ടയടിക്കാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ദിവസേന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് മുടി മുട്ടയടിക്കുന്ന സമയത്ത് ഒരുപാട് മുടി ഉണ്ടാവും. അപ്പൊ ഈ മുടിയൊക്കെ അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ ഇന്ന് നമുക്ക് തിരുപ്പതിയിലെ കാര്യം പറയാം. തിരുപ്പതി അമ്പലത്തിൽ പോയിട്ട് മുടി മുട്ടയടിച്ചു കഴിഞ്ഞാൽ ആ മുടി അവർ വേസ്റ്റ് ആയിട്ട് കളയല്ല ചെയ്യുന്നത്. പകരം ആ മുടി കളക്ട് ചെയ്തിട്ട് ടൺ കണക്കിന് മുടി ഉണ്ടാവും. അപ്പൊ ഈ മുടി എല്ലാം കൂടി സൂക്ഷിച്ചു വെച്ചിട്ട് അമേരിക്കയിലും ചൈനയിലും ഒക്കെയുള്ള വലിയ കമ്പനികൾക്ക് കോടികൾക്ക് വിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവർക്ക് എന്തിനാണ് നമ്മുടെ ഇന്ത്യൻകാരുടെ മുടി എന്ന് ചോദിച്ചാൽ, അവർ വലിയ നല്ല രീതിയിൽ ഇന്ത്യക്കാരുടെ മുടിയിൽ കെരാറ്റിൻ നല്ല കൂടുതലാണ്, നല്ല കറുത്ത മുടിയാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വിഗും ഹെയർ എക്സ്റ്റൻഷനും അല്ലെങ്കിൽ ഈ മുടിയിൽ അടങ്ങിയിട്ടുള്ള ചില പ്രോട്ടീൻസ് ചില മരുന്ന് ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടൺ കണക്കിന് മുടി അമേരിക്കയിലേക്കും ചൈനയിലേക്കും ഒക്കെയാണ് തിരുപ്പതിയിൽ നിന്ന് പോണത്. അപ്പൊ ഇതിന് പകരമായിട്ട് 150 കോടിയോളം ഓരോ വർഷവും തിരുപ്പതി ദേവസ്വത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ തിരുപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. തിരുപ്പതി തിരുമല ദേവസ്വം ട്രസ്റ്റ് അങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിലേക്കാണ് ഈ പണം വരുന്നത്. ഈ പണം നമ്മുടെ കേരളത്തിലൊന്നും ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഈ പണം ചെയ്യുന്നത്. അതായത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്താന്, സൗജന്യമായിട്ടുള്ള ശസ്ത്രക്രിയകൾ നടത്താന്, അതുപോലെ ഡയാലിസിസ് ചെയ്യാന്, ക്യാൻസർ പോലുള്ള പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, പണമില്ലാത്ത വീട്ടിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുപ്പതി തിരുമലയിൽ വന്നിട്ട് മുടി മുട്ടയടിച്ചിട്ടുള്ള ആളുകളുടെ മുടി വിറ്റുകൊണ്ട് തിരുപ്പതി ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ദേവസ്വം ബോർഡൊക്കെ കണ്ടുപഠിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശബരിമലയിലും ഗുരുവായൂരൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷം കിട്ടുന്നത്. അപ്പോൾ ഓരോ വർഷത്തെ വരുമാനവും ഈ വരുമാനം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? മദ്രസ അധ്യാപകരുടെ ശമ്പളം കൊടുക്കാൻ. ഈ മദ്രസ അധ്യാപകരുടെ ഒക്കെ ശമ്പളം ഹിന്ദുക്കളുടെ ദേവാലയത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണോ നമുക്ക് ഉപയോഗിക്കാൻ? നമ്മുടെ ഒരു മന്ത്രി തന്നെയാണ് ഇത് ഒരിക്കലും തുറന്നു പറഞ്ഞത്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കളെ കാഫിറുകളെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ആൾക്കാർക്ക് ഉള്ള ശമ്പളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതേ ഹിന്ദുവിന്റെ അമ്പലത്തിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പാവപ്പെട്ട ഹിന്ദുവിന്റെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമാണ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഒക്കെ മാറേണ്ട ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും അതുപോലെ KSRTC ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും സർക്കാരിന്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെയാണ് ഈ ഹിന്ദുവിന്റെ പാവപ്പെട്ട ഹിന്ദുക്കൾ ഓരോ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ദേവന് സമർപ്പിക്കുന്ന, കാണിക്കയായി സമർപ്പിക്കുന്ന ഓരോ ഒരു രൂപയും ഈ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അനർഹരായിട്ടുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. തിരുപ്പതിയിൽ ഒരു പ്രാവശ്യം പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, അവിടെ ബസ് സൗകര്യം എല്ലാവർക്കും സൗജന്യമാണ്. സൗജന്യ ഭക്ഷണവും സൗജന്യ താമസവും ടോയ്ലറ്റും കുളിമുറി ഒന്നും വേണ്ട, എന്ത് പറയണം, ഒന്നിനും ഒരു കുറവില്ലാതെയാണ് ഈ തിരുപ്പതിയിൽ പോയി കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും. ഒന്നിനും അവിടെ ഒരു കുറവില്ല. പക്ഷേ ഇപ്പോൾ ജനത്തിരക്ക് കാരണം ബുക്ക് ചെയ്യണം എന്ന് മാത്രം. ബുക്ക് ചെയ്ത ആളുകൾക്ക് എല്ലാം തന്നെ ഫ്രീ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഇത് പാവപ്പെട്ട ഹിന്ദുക്കളുടെ പഠനത്തിനും അതുപോലെ വിവാഹത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി കേസിലൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചെലവുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് അതിദരിദ്രരായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങൾ മുന്നോട്ട് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വെങ്കടേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.